യോജിച്ചിരി. അഞ്ജു, സ്വീറ്റ് സോങ് വളരെ നല്ലോണം പാടി. സുജാത ചേച്ചി പാടിയ പാട്ടാണല്ലേ? ചോദിക്കാം, മ്യൂസിക് ഡയറക്ടർ രമേശ് നാരായൺ. യെസ്, ലെറ്റ്സ് ആസ്ക് ചിത്ര ചേച്ചി. നല്ലൊരു സോങ് സെലക്ഷൻ. താങ്ക് യു ചേച്ചി. നല്ല പാട്ടും ലിറിക്സും ഒക്കെ പാടിയതും ഒക്കെ നല്ലൊരു പാട്ടാണ്. മോള് അതിനകത്ത് തട്ടം മോള് തുടങ്ങിയെടുത്ത് കുറച്ച് ശ്രുതിയാണ്. വലിക്കല്ലേ എന്നാണോ വലിക്കല്ലേ എന്നാണോ? വലിക്കല്ലേ എന്ന് പാടി. ആണോ? അങ്ങനെയാണ് പാടിയിരിക്കുന്നത്. ശരി, ഓക്കെ. ആ തട്ടം തുടങ്ങിയപ്പോ അത് ചേർന്നില്ല കേട്ടോ. പിന്നെ ഈ തട്ടം പിടിച്ച് 3-4 വർഷം കുറച്ച് ശ്രുതി അവിടെ ഇവിടെ പോയിട്ടുണ്ട്. ഈ പള്ളിത്തൊടിയിലെ വെള്ളിലെ വള്ളികൾ. വെള്ളിലെ വള്ളികൾ അതെന്തെന്ന് മനസ്സിലായില്ല. അവിടെ കുറച്ച് വേർഡ്സ് ക്ലാരിറ്റി കുറവായിരുന്നു. കുളപ്പടികൾ അവിടെ എന്തോ പറ്റിപ്പോയി. കുളപ്പടിയിൽ അതെ, അവിടെ എന്തോ ഒരു ചെറിയൊരു സംഗതി എന്തോ മോള് പാടുന്നുണ്ടായിരുന്നല്ലോ, അതൊരു ഡെഫിനറ്റ് ആയില്ല. ആ ചരണം കഴിഞ്ഞിട്ട് മോള് പല്ലവി എടുക്കാൻ ഒരു പിക്കപ്പ് പോലെ ഒരു സാധനം പാടുന്നില്ലേ, അതെന്തായിരുന്നു? അതും ക്ലാരിറ്റി കുറവായിരുന്നു കേട്ടോ. അതുപോലെ സെക്കൻഡ് ചരണത്തിൽ ഇത്തിരി ഞാൻ എടുത്തോട്ടെ, അവിടെയും ശ്രുതി ചേർന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉണ്ടല്ലോ, അതെന്തായിരുന്നു? അതിന് മുമ്പ് തട്ടം പിടിച്ച് ആണോ? അത് കുറച്ച് അതൊക്കെ വളരെ ആ പിക്കപ്പ് ഒന്നും തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. നമ്മൾ ആ ലിങ്ക് കൊടുക്കുന്നതെല്ലാം കുറച്ചൊരു ഒരു ക്ലാരിറ്റി വേണം കേട്ടോ. എനിക്ക് അത്ര ചെയ്തിട്ടുള്ളൂ. എനിക്ക് ബാക്കി മോള് പാടിയതൊക്കെ എനിക്ക് നല്ല എക്സ്പ്രഷൻ ഒക്കെ പല സ്ഥലത്തും നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. വേർഡ്സ് ക്ലാരിറ്റി ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. താങ്ക് യു ചേച്ചി. ബാല, എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണിത്. ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ട സോങ് കേട്ടിട്ടുണ്ട്. ആൻഡ് ഐ ലവ് യുവർ പെർഫോമൻസ്. നല്ല പെർഫോമൻസ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് യുവർ അപ്പിയറൻസ് ഇൻ ദ സ്റ്റേജ് വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. കീപ് യുവർ പെർഫോമൻസ് വെൽ. താങ്ക് യു വെരി മച്ച്. ശരച്ച, നല്ല പാട്ട്, നന്നായി പാടി. താങ്ക് യു സർ. പിന്നെ ശ്രുതി ആദ്യം തന്നെ തട്ടം നമുക്ക് മനസ്സിലായല്ലോ, ശ്രുതി ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത തട്ടത്തിനൊരു ചുളുക്കം ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് അയൺ ചെയ്യാൻ കേട്ടോ. പിന്നെ അതിന്റെ അടുത്ത തട്ടം, ഈ തട്ടം എന്ന് പറഞ്ഞ ഇഷ്ടമല്ലേ മോക്ക്? ഇഷ്ടക്കുറവൊന്നുമില്ല, ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടപ്പെടണ്ട, അതുകൊണ്ടായിരിക്കും ശ്രുതി ചേരാത്തത്. പിന്നെ തട്ടം പിടിച്ച് അത് കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്യണം മോളെ. ചരണത്തില് വെള്ളില ശ്രുതി. പിന്നെ സെക്കൻഡ് പടിയിൽ അതെന്താണ് ആ സംഗതി? എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയില്ല മോള് പാടിയിട്ട്. അതാണ് ശരി, അത് ഒന്നും മനസ്സിലായല്ലോ. അതിനുശേഷമുള്ള എന്തോന്ന് പാടിയത്, എന്തായിരുന്നു സംഭവിച്ചത്? ഒരു വരുന്നില്ല അതിനുശേഷം. തെറ്റിപ്പോ അത് ശരിയാക്കും മോളെ. ലിംഗല്ലേ? ലിംഗായിരിക്കണം. രണ്ടെണ്ണം ഉണ്ട്, ഒരു കഴിഞ്ഞിട്ട് ഒരു ഉണ്ട്. ആദ്യം പാടും, പിന്നെ പാടാം. ഇതല്ലല്ലോ മോള് പാടിയത്, വേറെ എന്തുവാ പാടി? അങ്ങനെ ഒരു ക്രോമാറ്റിക്. ഞാൻ വരച്ചിട്ട് വികാരം മാറി പാടുകയാണോ? പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? അതിപ്പോ പാടിച്ചു. പിന്നെ തുണ്ടുപല്ലവില് വലിക്കല്ലേ, അത് പിന്നെ വലിക്കല്ലേ എന്നുള്ളത് മാറി അത് കല്ലേന്നായല്ലേ. പിന്നെ നമ്മളാന്നുള്ളത് തെളിയിച്ച് തട്ടം പിടിച്ച് വലിക്കല്ലേ മുയലേ എന്നൊക്കെ പറഞ്ഞിട്ടായി പാട്ട്. അത് വലിക്കല്ലേ എന്ന് തന്നെയല്ലേ? വലിക്കല്ലേ, അത് മോളല്ല. തുണ്ടുപല്ലിലെ വലിക്കല്ലേ എന്നാ പാടിയത്. അതൊക്കെ കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം കണ്ണൂരിലുള്ള കുറെ പേര് എന്നെ വിളിക്കാറുണ്ട്, സ്നേഹമുള്ളവരാണ്. അവരുടെ ഈ ഭാഷ കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട് അവരെ. എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ അത് ഞാൻ ക്ഷമിക്കത്തില്ല. ചരണം ഫസ്റ്റ് പഴതിലൂടെ ഡേ അങ്ങ് പോയി കേട്ടോ. എടുത്തോട്ടെ, അത് ഷാർപ്പായിരുന്നു. ഉമ്മനും പിന്നെ ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇത്രയും പിന്നെ ശ്രുതി ശ്രദ്ധിക്കണം അഞ്ജു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നല്ല പാട്ട് മോളെ. ഓൾ ദി ബെസ്റ്റ്. പാട്ട് കൊള്ളാം, പാടിയത് തിരക്കേടില്ല. പക്ഷേ മലയാളികൾ എന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, മലയാളമായിട്ട് തന്നെ പാടണം. അക്ഷരം ഒരു വഹ മനസ്സിലായില്ല.
എവിടൊക്കെയോ കുറച്ച് അക്ഷരങ്ങൾ വ്യക്തമായി എന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ടും അക്ഷരസ്ഫുടതയില്ലായിരുന്നു. അതൊരിക്കലും പാടില്ല. അതുകൊണ്ട് അക്ഷരസ്ഫുടതയില്ലാതെ പാടാൻ ശ്രമിക്കുകയരുത്. പിന്നെ വലിക്കല്ലേ എന്നുള്ള വലിക്കല്ലേ എന്നുള്ള ചെറിയ ആക്സെന്റേ ഉള്ളൂ. ഇത് വലക്കല്ലേ എന്നാണ് കേൾക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തൊട്ടാവാടി എന്നുള്ള തട്ടാവാടി എന്നാണ് കേൾക്കുന്നത്. അതെന്താ അങ്ങനെ? അറിയില്ല സർ. ആ, അതറിയണമല്ലോ. തൊട്ടാവാടി എന്നുള്ള തട്ടാവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അർത്ഥമായി പോകും. പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഫീൽ ചെയ്ത് ഈ അക്ഷരങ്ങളുടെ ക്ലാരിറ്റി ഇല്ലായ്മ ശ്രുതിയാണ്. പ്ലീസ് 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 ടേക്ക് ഇറ്റ്. ഇല്ലെങ്കിൽ അത് നമുക്ക് ഇൻ ഫ്യൂച്ചർ ഓൾസോ ഇറ്റ് വിൽ അഫക്ട് യുവർ കാരിയർ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സോ മാർക്സിലേക്ക് എടുക്കാം. അഞ്ജുവിന്റെ 4th റൗണ്ടിൽ ബല, ഐ സ്റ്റാർട്ട് വിത്ത് യു. ഔട്ട് ഓഫ് 10 അഞ്ജു